ഭിന്നസംഖ്യ അഥവാ ഫ്രാക്ഷൻ നമ്പേഴ്സിന്റെ അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനാണ് നമ്മൾ ഈ ഒരൊറ്റ ഷോർട്ട് വീഡിയോയിൽ പറയാൻ പോണത്. അതിന്റെ കൂട്ടൽ അഥവാ സങ്കലനം എങ്ങനെയാണ്? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാണ് നമ്മൾ ചെയ്യുക അല്ലെ. എന്താ ചെയ്യുക? 3 × 7 ഇതിനെ ഇങ്ങോട്ട് ഗുണിക്കുക, പ്ലസ് ഇതിനെ ഇങ്ങോട്ട് ഗുണിക്കുക, താഴെ ഇത് ഇൻറ്റു ഇത്, അങ്ങനെയാണ് നമ്മൾ ചെയ്യുക. അപ്പൊ എന്താ വരിക? 3 × 7 എന്താണ്? 3 × 7 21 അല്ലെ. 4 × 8 3 × 7 പ്ലസ് ആണ് കേട്ടോ, അവിടെ പ്ലസ് ആയതുകൊണ്ട് നമ്മൾ ഇവിടെ കൂട്ടുക ചെയ്യുക. 4 × 8 എത്രയാണ്? 32. 32 ഹരിക്കണം 8 × 7 എത്രയാണ്? 56. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? മേലത്തത് തമ്മിൽ കൂട്ടുക. 21 32 എത്രയാണ്? 54. സോറി 53/56 ആയിരിക്കും ആൻസർ വരിക. ഓക്കെ, ഇതിന്റെ ആൻസർ. ഓക്കെ, ഇനി കുറക്കൽ എങ്ങനെ നോക്കാം? ഇതേപോലെ തന്നെ നടുവിൽ മൈനസ് ആവുന്നതിനുള്ള വ്യത്യാസം. 4 × 7 28 ആണ്, മൈനസ് 3 × 5 15 ആണ്, ബൈ 5 × 7 35. 28 15 പോകുന്ന എത്രയാണ്? 13 അല്ലെ, ഈക്വൽ ടു 13/35 എന്ന് വരും ആൻസർ. ഓക്കെ, ഇത്രയുള്ളൂ പറക്കല്. ഇതിന്റെ മൈനസ് ആയി എന്നുള്ളൂ വ്യത്യാസം. ഇനി ഗുണനാവുമ്പോ എന്താ ചെയ്യുക? ഗുണനാവുമ്പോൾ ഈ ന്യൂമറേറ്റേഴ്സ് തമ്മിൽ ഗുണിക്കുക, ഡിനോമിനേറ്റേഴ്സ് തമ്മിലും ഗുണിക്കുക, അത്രേ ഉള്ളൂ. അംശങ്ങൾ തമ്മിൽ ഗുണിച്ചിട്ട് മേലെഴുതുക, ഛേദങ്ങൾ തമ്മിൽ ഗുണിച്ചിട്ട് മേലെഴുതുക. എന്താ വരിക? 25 × 3 എത്രയാണ്? 75 ആണ് അല്ലെ. 75/2 × 6 ഇതാ താഴത്ത് ഗുണിച്ചു 12. ഇത്രേ ഉള്ളൂ, 75/12. പിന്നെ അതിനെ കട്ട് ചെയ്ത് ചെറുതാക്കുകയൊക്കെ ചെയ്ത് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇനി അടുത്തത് ഹരണമാണ്. ഹരണം എന്ന് പറഞ്ഞാല് 7/6 ഹരിക്കണം 42/36. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ഇങ്ങനെ എഴുതാം കേട്ടോ. വേണമെങ്കിൽ 7/6 ഡിവൈഡഡ് ബൈ 42/36 അല്ലെ. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാല് രണ്ടിലും എന്താണ്? ഭിന്നസംഖ്യയാണല്ലോ അല്ലെ. അപ്പൊ എന്താ ചെയ്യാ അറിയോ? ഇതിന് ഇങ്ങോട്ട് വരുമ്പോ അതിന്റെ വിൽക്രമം അഥവാ വിപരീത ഭിന്നം, റെസിപ്രോക്കൽ എന്നൊക്കെ പറയില്ലേ, അതെടുത്തിട്ട് ഗുണിക്കുക ചെയ്യുക. താഴത്തെ ഈ ഒരു ഭിന്നസംഖ്യന്റെ റെസിപ്രോക്കൽ എടുത്തിട്ട് ഗുണിക്കുക ഇതിനെ. ഓക്കെ, അപ്പൊ എങ്ങനെ നോക്കാം? 7/6 ഹരിക്കണം 42/32 അല്ലേ. 7/6 ഗുണിക്കണം എന്താണ്? റെസിപ്രോക്കൽ എടുത്ത് ഗുണിക്കുക എന്ന് വെച്ചാൽ വിൽക്രമം എടുത്തിട്ടാണ് ഗുണിക്കേണ്ടത്. 42/36 റെസിപ്രോക്കൽ എന്താ? 36/42 എന്ന് വരും. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്യുകയൊക്കെ ചെയ്യാം. 36 6 കട്ട് ചെയ്താൽ ഇവിടെ 6 വരും, 7 42 കട്ട് ചെയ്താൽ ഇവിടെ 6 വരും. അപ്പോൾ എന്താ ഒരു ആൻസർ? ഇവിടെയൊക്കെ ഒന്നായി പോയി അല്ലെ. ഇവിടെ 6 ഉണ്ട്, ഇവിടെ 6 ഉണ്ട്. അപ്പൊ 6/6 1. ഓക്കെ, ഇതിന്റെ പ്രധാനപ്പെട്ട